ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് കപ്പ ബിരിയാണിയാണ്. ഞങ്ങളുടെ കോട്ടയംകാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കപ്പ ബിരിയാണി. ഏത് ഫംഗ്ഷൻ നടക്കുവാണെങ്കിലും അതിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് കപ്പ ബിരിയാണി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിനിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കപ്പ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1.25 കിലോയുടെ അടുത്ത് കപ്പ എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ചെറുതായിട്ട് കൊത്തി എടുത്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് വേവിച്ചെടുത്താൽ മതി. അത് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ബീഫ് എടുത്തിരിക്കുന്നത്, ഞാൻ കറി വെക്കാനെടുത്ത ബീഫിൽ കുറച്ചൊരു 1/4 കിലോളം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3/4 കിലോ എല്ലുകളാണ് എടുത്തിരിക്കുന്നത്, കറിയെല്ലാണ് എടുത്തിരിക്കുന്നത്. അതും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് കഴുകി ഞാൻ വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ആദ്യമേ ബീഫ് കറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ ബീഫ് തയ്യാറാക്കാൻ ആദ്യം അടുപ്പ് കത്തിച്ചൊരു കുക്കർ അടുപ്പ് വെക്കാം. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പം അതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ അല്ലെങ്കിൽ ചതച്ച ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കുടം വെളുത്തുള്ളി, അതും മൊത്തം ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വാടിക്കഴിയുമ്പം ഇതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളിയാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത്. അത് വൃത്തിയായി എടുത്ത് കഴുകി അതും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാളയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ നമുക്കങ്ങ് ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ നമ്മൾ കപ്പ ചേർക്കുമ്പം അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പം ഇതിലേക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കണം. മസാലകൾ ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ബീഫ് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയാണ് വറുത്ത് പൊടിച്ചത്, അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെയൊക്കെ ഒരു പച്ചകുത്തിൽ മാറുമ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തിൽ തക്കാളിയല്ല ചേർക്കുന്നത്. ബീഫിന് ഞാൻ കറി വെക്കാനെ കൊണ്ട് എടുത്തപ്പോൾ നല്ല വേവുണ്ട്. അത് തന്നെയല്ല, ഞാൻ ഈ ഉപയോഗിക്കുന്ന കുക്കർ ഒരു ചെറിയ കുക്കറാണ്. അപ്പോൾ കുറച്ച് വേവ് കൂടുതലാണ്. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയോട് ചേർത്തിട്ടുണ്ട്. അതോടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലും കപ്പയും തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലെ എല്ലാണ് കൂടുതലായിട്ട് ചേർക്കേണ്ടത്. പിന്നെ ഞാൻ കറി വെക്കാനെ കൊണ്ട് ബീഫ് മേടിച്ചപ്പം കുറച്ചെടുത്തത് അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബീഫ് തന്നെ നമുക്ക് ഇതേപോലെ ചേർക്കാം. ഇനി ബീഫും നന്നായിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഈ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് ഒരു 2 വിസിൽ വരെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം തീ കുറച്ച് പിന്നെ ഒരു എത്രയാണോ ബീഫ് വേകുന്നത്, ഞാൻ ബീഫ് തന്നെ വെച്ചപ്പം എനിക്കൊരു 7-8 വിസിൽ അടിക്കേണ്ടി വന്നു. അപ്പോൾ ആ രീതിയിലാണ് ഞാനിത് വേകാൻ വേണ്ടി വെക്കുന്നത്. തീയുടെയും കുക്കറിൻ്റെയൊക്കെ വലിപ്പത്തിൻ്റെയൊക്കെ അനുസരിച്ച് ബീഫ് വേകുന്നതിൻ്റെ സമയത്തിൽ വ്യത്യാസം വരും. അതുകൊണ്ട് അതനുസരിച്ച് ബീഫ് വേവിച്ചെടുക്കാൻ നന്നായിട്ട് ബീഫ് വേകണം. അതിനുശേഷം ഞാനത് വാങ്ങി വെച്ചു. അതിനുശേഷം നമ്മൾ ഇപ്പം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് വെള്ളം ചേർത്ത് അതും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി കപ്പ് വെന്തിട്ടുണ്ട്. ഇതിനതിലെ വെള്ളമെല്ലാം നമുക്ക് ഊറ്റിക്കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. അപ്പം ഇനി ബീഫൊക്കെ തയ്യാറാക്കി എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഒരു വലിപ്പമുള്ള ഒരു പാത്രം ഞാൻ വെക്കുവാണ്. ഇതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് ഗ്രേവി എല്ലാം ഉണ്ട്, അത് നമുക്ക് ആവശ്യമാണ്. ഇനി ഒട്ടും ഗ്രേവി ഇല്ലെങ്കിൽ ലേശം വെള്ളം കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന കപ്പയുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
പിന്നെ ഞങ്ങൾ കോട്ടയത്ത് പലരും പല രീതിയിലാണ് വെക്കുന്നത്. ഞങ്ങൾ ഇതിന് കപ്പയ്ക്ക് അതേപോലെ തന്നെ കപ്പയ്ക്ക് ചേർക്കുന്ന അരപ്പും ചേർക്കും. തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അത് നമുക്കിപ്പം ഈ എടുത്തു വച്ചിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ചിലർ കപ്പയ്ക്ക് അരപ്പ് ചേർക്കില്ല, താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കുക. ഞങ്ങളിങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇനി കപ്പയ്ക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ കപ്പ വേവിക്കുന്ന വെള്ളത്തിൽ തന്നെ ഉപ്പ് ചേർത്താലും മതി. ഞാനിങ്ങനെയാണ് ചേർക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയോട് ചേർത്തിട്ട് ഇത് ഒന്ന് അരപ്പൊക്കെ ഒന്ന് വേകണമല്ലോ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ മൂടി വെച്ചു. ഇനി അത് വാങ്ങി വെക്കാം. ഇനി ഇതിലേക്ക് ചെയ്യാനുള്ളത് കുറച്ച് തേങ്ങ വറുത്തിടുക എന്നുള്ളതാണ്. ഈ തേങ്ങ വറുത്തിടുന്ന ആൾക്കാർ ചിലപ്പോൾ, ഞാനിത് തേങ്ങ വറുത്തിടുകയും ചെയ്യും, അരപ്പ് കപ്പയ്ക്ക് ചേർക്കാറുമുണ്ട്. ഇനി അതിനകത്ത് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. നമ്മൾ ഈ വറുത്തരച്ച് ചേർക്കുന്നതിൻ്റെ കൂട്ട് ഗോൾഡൻ കളർ ആവുന്നിടം വരെ തേങ്ങ നന്നായിട്ട് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ തേങ്ങയും നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കപ്പയിലും ബീഫിലേക്കും ഇതുകൂടെ ചേർത്തിട്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയോട് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇനിയും ഇതെല്ലാം കൂടെ നന്നായിട്ട് കപ്പ നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ്. നന്നായിട്ട് വെന്തതുകൊണ്ട് കപ്പ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. നന്നായിട്ട് ഉടച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കപ്പ കടിക്കാൻ കിട്ടുന്ന രീതിയിലാണെങ്കിൽ കപ്പ കുറച്ചൊക്കെ ഉടയ്ക്കാതും ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി. ഇതിന് ഇടുക്കിയിലെ ഏഷ്യാടെന്നാണ് പറയുന്നത്, പലയിടത്തും പല പേരിലാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ കല്യാണത്തിൻ്റെ തലേദിവസമോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ വീടുകളിലും ഒട്ടുമിക്ക സമയത്തും ഉണ്ടാക്കാറുള്ള ഒരു ഡിഷാണിത്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.